പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴയിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം. 8 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തെ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാക്കി മാറ്റിയെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് SUCI നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് സർക്കാരിന്റെ നിയമലംഘനമെന്ന നേതാക്കൾ. നെഹ്റു ട്രോഫി ജലമേള മത്സരഫലം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള പരാതികളിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. 8 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തെ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാക്കി മാറ്റിയെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. സ്വർണ്ണക്കടത്തും രാജ്യദ്രോഹ കേസുകളും അട്ടിമറിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പി.കെ. കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും അൻവറും പരസ്പരം ഉന്നയിച്ച ആരോപണങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ആദ്യം അതാണ് സർക്കാർ അന്വേഷിക്കേണ്ടതെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. കേരളം ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ്. കേരളം ഹവാലാക്കടത്ത് കേന്ദ്രമാണ്. കേരളം രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്. തീവ്രവാദ സംഘടനകളുടെ ആസ്ഥാനമാണ് കേരളം എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും നാം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധപ്പതിച്ചെങ്കിൽ കേരളം സ്വർണ്ണക്കടത്തിന്റെയും ഹവാലാക്കടത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒന്നാം പ്രതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കുകയും പുതിയ ജനവിധി തേടണമെന്നും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ആരോപണങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ മുൻനിർത്തി ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും അത് നൽകുന്നില്ല. സർക്കാരിന് ഭീഷണിയായി മാറുന്ന വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് പൂരം കലക്കലും ADGP RSS കൂടിക്കാഴ്ചയും ബോധപൂർവം ചർച്ചയാക്കുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പ്രതിഷേധ യോഗത്തിൽ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, ദേശീയ കൌൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്യാം കൃഷ്ണൻ, ബി.ജെ.പി. ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച അന്തരിച്ച ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക റക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ചമ്പക്കുളം പള്ളിയിൽ എത്തിച്ചു. വൈദികരും പ്രമുഖ വ്യക്തികളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വെള്ളിയാഴ്ച ബസിലിക്കയിൽ എത്തിച്ചേർന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രി മോർച്ചറിയിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഭൗതിക ശരീരം അച്ഛൻ സേവനമനുഷ്ഠിച്ചിരുന്ന ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കൊണ്ടുപോയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വിലാപയാത്ര മങ്കൊമ്പ് ജംഗ്ഷനിൽ എത്തിയത്. ഇവിടെ കാത്തുനിന്ന 100 കണക്കിന് ആളുകൾ വിലാപയാത്രയ്ക്കൊപ്പം ചേർന്നു. ഭൗതിക ശരീരം ബസിലിക്കയിൽ പൊതുദർശനത്തിനായി കിടത്തിയപ്പോൾ സ്നേഹിതരും വിശ്വാസികളും വൈദികരും കണ്ണീരണിഞ്ഞു. ആത്മീയതയ്ക്കൊപ്പം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തന്റെ കർമ്മമണ്ഡലമാണെന്ന് വിശ്വസിച്ചിരുന്ന ഫാദർ ഗ്രിഗറി ഓണംകുളത്തിന്റെ വേർപാട് ചമ്പക്കുളം ഗ്രാമത്തിന് തീരാ നോവായി മാറിയിരുന്നു. അച്ഛന്റെ സേവനങ്ങളെ ഫാദർ മാത്യു മുല്ലശ്ശേരി അനുസ്മരിച്ചു. എന്തുമാകട്ടെ, ദൈവത്തിന് നമുക്ക് സ്വർഗ്ഗത്തിൽ ഉറപ്പുള്ള, നമ്മൾ കണ്ട, നമ്മളെ സ്പർശിച്ച, നമ്മുടെ ഓരോരുത്തരെയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മധ്യസ്ഥൻ, തീർച്ചയായും വിശുദ്ധനായ ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലൂടെ വിശുദ്ധിയുടെ ആ പരിമളം മരത്തിൽ കടന്നുപോയി എങ്കിലും അത് തിരിച്ചു വന്നിരിക്കുകയാണ്. വൈകിട്ട് 6 അതിരമ്പുഴയിലുള്ള സഹോദരൻ ഫ്രാൻസിസ് എബ്രഹാം ഓണംകുളത്തിന്റെ വസതിയിലേക്ക്
മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോയി. സംസ്കാര കർമ്മങ്ങളുടെ ഒന്നാം ഭാഗം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:15 ഓണംകുളം ഭവനത്തിലും രണ്ടാം ഭാഗം അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദൈവാലയത്തിലും നടക്കും. 2:30 പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാവും സമാപന ശുശ്രൂഷകൾ. കരിമണൽ ഖനനത്തിനെതിരെ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് സർക്കാരിന്റെ നിയമലംഘനമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി S. സീതിലാൽ. നമ്മൾ ആലപ്പുഴ ജില്ല ഈ ജില്ല ഇല്ലാതാക്കുന്നതിൽ നമ്മൾ പ്രതിരോധിക്കുന്നത് ഈ തീരപ്രദേശത്തെ വരമ്പ് പോലെ വളർത്തിക്കുക. അവിടെയാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ യാതൊരു നിയന്ത്രണങ്ങൾ എവിടെ പോകുന്ന പണം ദുർവ്യയം ചെയ്യുകയാണ്, അഴിമതിയാണ്. എല്ലാ മേഖലയിലും ഈ സർക്കാരിന്റെ കഴിവുകേടും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഇന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഏത് മേഖലയിലാണ് തൊഴിലാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുള്ളത്? സ്കീം വർക്കേഴ്സ് ആയിട്ടുള്ള തൊഴിലാളികളുണ്ടല്ലോ, നമുക്കറിയാം. ആശാ വർക്കേഴ്സും അംഗനവാടിക്കാരും അതേപോലെ സ്കൂൾ പാചക തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ NRSM പോലെയുള്ള പദ്ധതികൾ വഴി നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ സ്ഥിര നിയമനമില്ല. ഈ സർക്കാരിന്റെ ഒരു പ്രത്യേകത എന്താണ്? തൊഴിലാളി സർക്കാർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ തൊഴിലാളികൾക്ക് സ്ഥിരം ജോലി കൊടുക്കില്ല. കുട്ടനാടിനെ രക്ഷിക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നടത്തുന്ന ഖനനവും സീ വാഷിംഗും ആലപ്പുഴ ജില്ലയെ തന്നെ ഇല്ലാതാക്കുമെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും സീതിലാൽ ആവശ്യപ്പെട്ടു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. മുരളി അധ്യക്ഷത വഹിച്ചു. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി ചെയർമാൻ S. സുരേഷ് കുമാർ, SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. പാർത്ഥസാരഥി വർമ്മ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MA. ബിന്ദു, ജില്ലാ നേതാക്കളായ B. ഭദ്രൻ, KJ. ഷീല, R. അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. NK. ശശികുമാർ, KP. മനോഹരൻ, PR. സതീശൻ, KR. ഓമനക്കുട്ടൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആവശ്യങ്ങളടങ്ങിയ നിവേദനം നേതാക്കൾ ജില്ലാ കളക്ടർക്ക് നൽകി. നെഹ്റു ട്രോഫി ജലമേള മത്സരഫലം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള പരാതികൾ പരിഗണിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം NTBR 2024 ജൂറി ഓഫ് അപ്പീൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പുതിയ വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിലും കൂടാതെ കുമരകം ബോട്ട് ക്ലബ്ബ് ചില രേഖകൾ സമർപ്പിച്ച സാഹചര്യത്തിലും ഈ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്ന് ജൂറി കമ്മിറ്റികൾ മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ വിശകലനത്തിന് ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശ C. എബ്രഹാം, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് വേണു, ജില്ലാ ലോ ഓഫീസർ അഡ്വക്കേറ്റ് അനിൽകുമാർ, NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുൻ MLA CK സദാശിവൻ, ചുണ്ടൻവള്ളം ഉടമ അസോസിയേഷൻ പ്രസിഡന്റ് RK കുറുപ്പ് എന്നിവർ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. ജൂറി ഓഫ് അപ്പീൽ യോഗത്തിൽ പരാതി കക്ഷികളെയും ബന്ധപ്പെട്ടവരെയും നേരിൽ കേട്ടു. പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പുതിയ വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിലും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ചില രേഖകൾ സമർപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലും വിഷയത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് യോഗം തീരുമാനിക്കുകയായിരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡരികിലൂടെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകുന്ന ഓടയ്ക്കുള്ളിലൂടെ പൈപ്പുകൾ ഇടുന്നത് എന്തിനെന്ന സംശയമാണ് കുട്ടനാട്ടുകാർക്ക്. എന്നാൽ പിന്നെ അതൊന്ന് ചോദിച്ചേക്കാമെന്ന് വെച്ചാൽ ഭീഷണിയും വാക്കേറ്റവും. ജനപ്രതിനിധികൾക്കും രക്ഷയില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ തെക്ക് ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ഓടയിലൂടെ വലിയ പൈപ്പുകൾ ഇട്ടുവരുന്നത് കണ്ടാണ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ചോദ്യവുമായി എത്തിയത്. മങ്കൊമ്പ് ജംഗ്ഷനിലെ ഓടയിൽ വലിയ പൈപ്പുകൾ യന്ത്രസഹായത്താൽ സ്ഥാപിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളോടായിരുന്നു ചോദ്യം. സംഗതി അശാസ്ത്രീയമാണെന്ന് തോന്നിയതിനാൽ മൊബൈൽ ഫോണിൽ വിഷ്വലുകളും എടുത്തു. ഇതോടെ ഒരാൾ ഭീഷണിയുമായി എത്തുകയായിരുന്നു. സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളിയോടും KCV ന്യൂസ് പ്രതിനിധിയോടും ഇയാൾ തട്ടിക്കയറി. ജനപ്രതിനിധികളാണെന്ന് പറഞ്ഞിട്ടും വിടാൻ ഭാവമില്ലായിരുന്നു. ഇതോടെയാണ് തർക്കം രൂക്ഷമായത്. അവിടെ പറ്റിയ
ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മാണത്തിന്റെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയും കുട്ടനാട്ടുകാർ ചർച്ച ചെയ്യുന്ന വേളയിലാണ് ആകെ കൺഫ്യൂഷനാക്കുന്ന കാഴ്ച. എന്താണിങ്ങനെയെന്ന് വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് വാക്കേറ്റവും കയ്യാങ്കളിയുമായി നിൽക്കുകയാണ് കരാർ കമ്പനിയുടെ ജീവനക്കാർ. ജനപ്രതിനിധികൾക്കും രക്ഷയില്ലെങ്കിൽ പാവം പൊതുജനത്തിന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? ലൈസൻസിന് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കുട്ടനാട് ഏരിയ കൺവെൻഷൻ മങ്കമ്പിൽ നടന്നു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. നമ്മളിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിലോ പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവരെ കൂടി സഹായിക്കത്തക്കവണ്ണം ഒരു ക്ഷേമനിധി കൂടി വിഭാവനം ചെയ്തുകൊണ്ട് കൃത്യമായി ചെയ്യുവാനും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ജോസ്ലറ്റിനെ പോലെയുള്ള സാഹിത്യകാരന്മാരെ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൂടി നൽകി പരിപോഷിപ്പിക്കത്തക്കവണ്ണം നിങ്ങളുടെ ഈ സംഘടന എന്ന് വളർന്നു വരട്ടെ. മങ്കൊമ്പ് ബ്രൂക്ക്ഷോർ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് ഡാലിയ വർഗീസ് അധ്യക്ഷയായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോകുൽ ഷാജി, ലെൻസ്ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ ജയകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സംഘടന ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം അൻഷുവിൻ ദേവസ്യ, ജില്ലാ PRO ജോൺ വർഗീസ്, വൈസ് പ്രസിഡന്റ് PM അമ്പിളി, ഏരിയ ഭാരവാഹികളായ R രാഹുൽ, AS സുനിമോൻ എന്നിവർ സംസാരിച്ചു. സംഘടനാ സെഷൻ ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി MR അനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU മൂന്നാമത് സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 5-6 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. പ്രതിനിധി സമ്മേളനം CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമ്മേളനം ഏറ്റവും ദുർബലരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ തൊഴിലാളികളുടെ ഒരു സമ്മേളനമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ പടാപാടുപെട്ടിരുന്ന ഒരു വിഭാഗത്തെ ഭോജനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5-ാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ MP-യുമായ സഖാവ് CS സുജാതയാണ്. CITUവിൻ്റെ ഉന്നതരായ നേതാക്കളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. 2015 ഡിസംബർ 9 തൃശൂരിലാണ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ രൂപീകൃതമായത്. 14 ജില്ലകളിലായി 2 ലക്ഷത്തിൽ പരം അംഗങ്ങളുള്ള സംഘടനയുടെ മൂന്നാമത് സംസ്ഥാന സമ്മേളനമാണ് ആലപ്പുഴ പട്ടണത്തിൽ നടക്കുന്നത്. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ M സുനിൽകുമാർ, ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം PK ഫൈസൽ എന്നിവർ പങ്കെടുത്തു. എടത്വായിൽ നദീതീര പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. ജോർജിയൻ സംഘത്തിന്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെയും നേതൃത്വത്തിൽ സൗന്ദര്യവൽക്കരണം ആരംഭിച്ചു. വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ആകർഷിക്കുന്ന വിധത്തിൽ എടത്വ ബോട്ട് ജെട്ടി മുതൽ പള്ളിപ്പാലം വരെയുള്ള നദീതീരവും എടത്വ പാലത്തിന് താഴെയുള്ള ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ അന്തരിച്ച ആൻഡപ്പൻ അമ്പിയായത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി എടത്വ വിഷൻ 2020 എന്ന പദ്ധതിയിലൂടെ നദീതീര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചെങ്കിലും പിന്നീട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ എടത്വയിൽ നദീതീര പാർക്ക് വേണമെന്നുള്ള പ്രദേശവാസികളുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കുകയാണ് എടത്വ ജോർജിയൻ സംഘം. ജോർജിയൻ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എടത്വ വില്ലേജ് ഓഫീസിന് പുറകുവശം വൃത്തിയാക്കി വൃക്ഷത്തൈ നട്ടു. വർഷങ്ങളായി ഉണ്ടായിരുന്ന മാലിന്യങ്ങളാണ് പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തത്. പദ്ധതി എടത്വ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഷ്മ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അതിനോടനുബന്ധിച്ച് നമ്മുടെ സെന്റ് ജോർജ് സംഘം, അതുപോലെ തന്നെ നമ്മുടെ ലയൺസ് ക്ലബ്ബ്, എടത്വ ലയൺസ് ക്ലബ്ബും കൂടെ ചേർന്ന് നമ്മുടെ ജോർജിയൻ സംഘം നമ്മുടെ രണ്ട് സംയോജിച്ച് നമ്മുടെ എടത്വ ഒരു മാലിന്യമുക്തമാക്കി മാറ്റുവാൻ വേണ്ടി അവരെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു അഭിമാന നിമിഷം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതിനു മുമ്പ് നമ്മുടെ ടൗണിൽ ഒരു ഏരിയ മുഴുവൻ മാലിന്യം ഒഴിഞ്ഞു കൂടിയെടുത്ത് അവിടെ ക്ലീൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഇന്നും നല്ല പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. തിരിച്ച് ഇന്നും അവരത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ പോകുന്നു. തീർച്ചയായിട്ടും അതിനെ പ്രത്യേകം ഈ വാർഡിൻ്റെ മെമ്പർ എന്ന രീതിയിൽ തന്നെ എനിക്ക് അവരോട് ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടെ തന്നെ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ എന്നെയും കൂടെ ഇതിൽ പങ്കാളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും
വ്യക്തിപരമായ രീതിയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജോർജിയൻ സംഘം പ്രസിഡന്റ് ബിനോയ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജി ജയചന്ദ്രൻ മുഖ്യ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗം PC ജോസഫ്, ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടു. കെ ജയചന്ദ്രൻ, ജോർജിയൻ സംഘം സെക്രട്ടറി കെ തങ്കച്ചൻ, ഖജാൻജി കുഞ്ഞുമോൻ മുണ്ടുവേലിൽ, ടോബി പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ചങ്ങനാശ്ശേരിയിൽ ടോറസും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. കോട്ടമുറി കോയിപ്പള്ളി സ്കറിയ മാനുവലാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. രാവിലെ ബൈപ്പാസ് റോഡിൽ പെരുന്ന തിരുമല ജംഗ്ഷൻ ഭാഗത്തായിരുന്നു അപകടം. ഇരുപ്പ റെയിൽവേ ക്രോസ് റോഡിലൂടെ കടന്നുവന്ന സ്കറിയ മാനുവൽ ബൈപ്പാസ് റോഡ് മറികടക്കുന്നതിനിടെ ടോറസുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവസ്ഥലത്തിന് സമീപമുണ്ടായിരുന്ന ചങ്ങനാശ്ശേരി പോലീസിന്റെ ജീപ്പിൽ ജനറൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ആലപ്പുഴ പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിലെ 2020-24 ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഒക്ടോബർ 5 ശനിയാഴ്ച കോളേജിൽ നടക്കും. സ്നാതക് 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ 5 ശനിയാഴ്ച രാവിലെ 9 കോളേജ് ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ബിരുദദാന സമ്മേളനത്തിൽ IIIT കോട്ടയം ഡയറക്ടർ ഡോക്ടർ രാജീവ് വി ദരാസ്കർ, കേരള സാങ്കേതിക സർവകലാശാലയിലെ ഡീൻ ഡോക്ടർ വിനു തോമസ് എന്നിവർ പങ്കെടുക്കും. കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 123 വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നടത്തുന്നത്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാവുന്നത് അതിൻ്റെ ഗ്രാജുവേഷൻ സെറമണിയിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പോഴാണ്. നമ്മുടെ സർവകലാശാലകളുടെ ഒരു ചരിത്രമായി ഈ ഗ്രാജുവേഷൻ സെറമണിക്ക് ബന്ധമുണ്ട്. ലോകത്തിലെ സർവകലാശാലകൾ നമ്മുടെ നാട്ടിലുള്ള അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി സിസ്റ്റം, ഡയറക്റ്റായി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാണ് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ ഡിഗ്രി എടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അഫിലിയേറ്റഡ് കോളേജുകളാണ്. യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി എടുക്കുന്ന കുട്ടികൾക്കെല്ലാം കോൺവെക്കേഷൻ വഴി അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വളരെ മഹത്തായ ഒരു ചടങ്ങ് നടത്താറുണ്ട്. ആ ചടങ്ങിൻ്റെ അവരുടെ ജീവിതകാലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് അത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. 2024 അധ്യയന വർഷത്തിൽ അവസാന വർഷ പരീക്ഷയിൽ മികച്ച വിജയവും ഒപ്പം രാജ്യത്തെ പ്രശസ്തങ്ങളായ വിവിധ കമ്പനികളിൽ പ്ലേസ്മെന്റും നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ആദരവ് നൽകും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ റൂബിൻ വി വർഗീസ്, പ്രൊഫസർമാരായ സ്മിത M ജാസ്മിൻ, സുരേഷ് കുമാർ N, M ഷംനാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെൺപണി ഉണർവ് സാംസ്കാരിക വേദിയുടെ കുടുംബസംഗമവും ചികിത്സാ സഹായ വിതരണവും വെൻസെക് പ്രാർത്ഥനാ ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്നു. സാംസ്കാരിക വേദി പ്രസിഡന്റ് ബേബിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷിബി കൊശി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ജോർജ്, രാധമ്മ ടീച്ചർ, ബിന്ദു ഹരി, സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലജുകുമാർ, ഷാജി എന്നിവർ ചികിത്സാ സഹായ വിതരണം നടത്തി. തുടർന്ന് മാതങ്കി തിരുവാതിര സമിതിയുടെ തിരുവാതിരയും ഓണസദ്യയും നടന്നു. പുളിങ്കുന്ന് ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ ബാലാലയ നിർമ്മാണത്തിനുള്ള സ്ഥലം മണ്ണുട്ടുയർത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പുളുങ്ങുന്ന് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കം കുറിച്ചു. ബാലാലയ നിർമ്മാണത്തിനുള്ള സ്ഥലം മണ്ണിട്ടുയർത്തുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യ ലോഡ് മണ്ണ് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ ദിലീപ് കുമാർ പുന്നശ്ശേരി സംഭാവന നൽകി നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് MC ശിവദാസ്, കമ്മിറ്റി അംഗങ്ങളായ വിലാസിനിയമ്മ മറ്റക്കാട്, ലേഖ കോയിത്തറ, അഭിലാഷ് 15, അംബുജാക്ഷൻ 10 എന്നിവർ പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ പ്രദേശവാസികളുടെ സഹകരണം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പുളിങ്കുന്ന് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ബാലാലയ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ലാൻഡ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ മണ്ണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ ദിലീപ് കുമാർ പുന്നശ്ശേരി എന്ന ഭക്തനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. മാതൃപിതൃവേദി തൃക്കൊടുത്താനം ഫൊറോന കലോത്സവം 4 കോടി പള്ളി ഓഡിറ്റോറിയത്തിൽ നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സക്കറിയാസ് കരിവേലിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഫൊറോന പിതൃവേദി പ്രസിഡന്റ് സിബിച്ചൻ മുക്കാടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
ഫൊറോന ഡയറക്ടർ ഫാദർ ചെറിയാൻ കക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കലോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. ആനിമേറ്റർ സിസ്റ്റർ ലിൻസിയ CMC, അതിരൂപതാ പ്രതിനിധി റൈച്ചൽ ഷിജി, മിനി ഷാജി, സാലിമ്മ ജോസഫ്, റീന സാബു, സുജ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിൽ ഓവറോൾ 1ാം സ്ഥാനം 4 കോടിയും 2ാം സ്ഥാനം തൃക്കൊടിത്താനവും 3ാം സ്ഥാനം ഫാത്തിമാപുരം യൂണിറ്റും കരസ്ഥമാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മാന്നാർ മേഖല സംഘടിപ്പിച്ച നൂറെ മദീന മൗലിദ് സദസ് സമാപിച്ചു. 1 മാസമായി നടന്നു വന്ന പരിപാടികൾക്കാണ് കഴിഞ്ഞ ദിവസം സമാപനമായത്. ഒരു മാസം നീണ്ടുനിന്ന മൗലിദ് സദസ്സിന് സമാപനം കുറിച്ചുകൊണ്ട് SYS മാന്നാർ മേഖലാ പ്രസിഡന്റ് ഹാജി ഇക്ബാൽ കുഞ്ഞിന്റെ വസതിയിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. മാന്നാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം സഹലബത്ത് ദാരിമി മൗലിദിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം നിസാമുദ്ദീൻ നയീമി, അസിസ്റ്റന്റ് ഇമാമുമാരായ ഷഹീർ ബാഖവി, ഷമീർ ബാഖവി, മുട്ടേൽ മസ്ജിദ് ഇമാം അമീർ സുഹ്രി, കരീം മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിൽ കുഞ്ഞ് ഹാജി, നഫീസത്തുൽ മിസ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് അധ്യാപകർ, SYS പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.